നമസ്കാരം. കാലം മാറുമ്പോൾ ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടവും മാറുക എന്നത് ഒരു നീതിയാണ്. ഇപ്പോഴിതാ ഒരു കാലത്ത് സാമ്പത്തികമായി പിന്നോട്ട് നിന്നിരുന്ന വെറും മൂന്നാം കിട വികസ്വര രാജ്യമെന്ന് പാശ്ചാത്യർ മുദ്രകുത്തിയിരുന്ന ഇന്ത്യ ഇന്ന് സാങ്കേതിക വിദ്യയിലും സൈനിക ശക്തിയിലും വൻ കുതിച്ചുചാട്ടം നടത്തുകയാണ്. ഈ മുന്നേറ്റം ഇന്ത്യയെ 2025 ലോകത്തിലെ മികച്ച 10 സൈനിക ശക്തികളിൽ ഒരാളായി ഉയർത്തിയിരിക്കുകയാണ്. പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ ഈ വളർച്ച എങ്ങനെയാണ് സംഭവിച്ചതെന്നും അത് ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ഏറെ കാലമായി ഇന്ത്യ ലോകത്തെ മുൻനിര സൈനിക ശക്തികളിൽ ഇടം നേടിയിട്ടുണ്ട്. എന്നാൽ 2025 പുറത്തുവന്ന ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പോലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ സുരക്ഷിതവും ഉയർന്നതുമായിരുന്നു എന്നാണ്. സൈനിക ബലം, സാമ്പത്തിക ശേഷി, യുദ്ധ ഉപകരണങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഈ റാങ്കിങ്ങുകൾ നിർണ്ണയിക്കുന്നത്. ഈ മേഖലകളിൽ ഇന്ത്യ നടത്തിയ സുപ്രധാന മുന്നേറ്റങ്ങൾ രാജ്യത്തിന് വലിയ നേട്ടമായി. ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് വെറും സംഖ്യകളിൽ ഒതുങ്ങുന്നതല്ല. 14 ലക്ഷത്തിലധികം വരുന്ന സജീവ സൈനികരും ലക്ഷക്കണക്കിന് വരുന്ന റിസർവ് സൈനികരും ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ ശക്തികളിൽ ഒന്നാണ് ഇന്ത്യ. ഇതിനു പുറമെ വ്യോമസേനയും നാവികസേനയും അത്യാധുനിക യുദ്ധവിമാനങ്ങളും കപ്പലുകളും അന്തർവാഹിനികളും സ്വന്തമാക്കി ഞങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റഫാൽ പോലുള്ള യുദ്ധവിമാനങ്ങളും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് യുദ്ധവിമാനങ്ങളും ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസവും വലിയ രീതിയിൽ തന്നെ ശക്തമായ ആയുധങ്ങൾ ഇന്ത്യ വികസിപ്പിച്ച് എടുക്കുന്നുണ്ട്. കൂടാതെ INS വിക്രാന്ത് പോലുള്ള തദ്ദേശീയ വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യയെ സമുദ്ര മേഖലയിലെ ഒരു സുപ്രധാന ശക്തിയായി മാറ്റുന്നു. പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ വിജയം കാണുന്നതും ഈ ഒരു നേട്ടം തന്നെയാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കപ്പെടുന്ന ആയുധങ്ങളും യുദ്ധ ഉപകരണങ്ങളും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. നിലവിൽ അമേരിക്കയും ചൈനയും റഷ്യയുമാണ് സൈനിക ശക്തിയിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഉള്ളത്. സൈനിക ചെലവിൽ പാകിസ്ഥാനേക്കാൾ 9 മടങ്ങ് കൂടുതലാണ് ഇന്ത്യയുടെ ചെലവ്. ചൈനയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ചെലവ് കുറവാണെങ്കിലും ഇന്ത്യയുടെ തദ്ദേശീയ ആയുധ ഉൽപാദന ശേഷിയും സൈനികരുടെ എണ്ണവും രാജ്യത്തിന് വലിയ മുൻതൂക്കം നൽകുന്നുണ്ട്. ഈ റാങ്കിങ്ങിൽ പാകിസ്ഥാൻ 12ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ഇന്ത്യയുടെ സൈനിക വളർച്ചയുടെ മറ്റൊരു സൂചനയാണ്. പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ ഈ വളർച്ച വെറും സൈനിക നേട്ടത്തിനപ്പുറം വലിയ സന്ദേശമാണ് നൽകുന്നത്. ആഗോളതലത്തിൽ കൂടുതൽ സുരക്ഷിതവും സമാധാനപരവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് കഴിയും. ലോകത്ത് നടക്കുന്ന സമാധാന ശ്രമങ്ങളിലും സൈനിക ശക്തിയുടെ കാര്യത്തിലും ഇന്ത്യയുടെ നിലപാട് കൂടുതൽ നിർണായകമാകും. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും ചെല്ലുന്നതോറും, അതായത് ഏറ്റവും കൂടുതൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ കുറച്ചും കൂടെ ഒരു സൈനിക മേഖലയിൽ ഒരു ശ്രദ്ധ ഊന്നിയത്. അതിനു മുന്നേ തന്നെ നരേന്ദ്രമോദി വന്നപ്പോൾ തന്നെ ഇന്ത്യയുടെ സൈനിക മേഖല കുറച്ച് ശക്തി കൂടിക്കൊണ്ടിരുന്നുവെങ്കിലും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് കൂടുതലായിട്ട് ഒരു 100% ശ്രദ്ധ അതിൽ ഒരു അർപ്പണബോധത്തോടെ അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ആയുധങ്ങൾ നമുക്ക് വേണം, ഓരോ ഡ്രോണുകളും ആ ഡ്രോണിനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ആ ഡ്രോണിനെ അടിച്ച് താഴെയിടാൻ വേണ്ടി ഇന്ന ഒരു ഉപകരണം വേണം. അങ്ങനെ ഓരോ ആക്രമണത്തെയും ചെറുക്കാൻ ഓരോ ഉപകരണങ്ങളും, കൂടാതെ റഷ്യയുടെ സഹായം തേടുന്നു. അങ്ങനെ വിദേശ രാജ്യങ്ങളുടെയൊക്കെ സഹായം തേടി ഏതൊക്കെ രീതിയിൽ കൂടെ എങ്ങനെയൊക്കെ ഭാരതത്തിന്റെ ആയുധ മേഖല കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കുമോ അങ്ങനെയെല്ലാം ഇന്ത്യ ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.